തൃശൂർ കുന്നംകുളത്ത് പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണം. ചെറുവത്തൂരിൽ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന NDA പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. തൃശൂർ, ആലത്തൂർ, ചാലക്കുടി, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ആയിരക്കണക്കിന് പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കാളികളായി. 4 മാസത്തിനിടെ 3ാം തവണയാണ് പ്രധാനമന്ത്രി തൃശൂരിൽ എത്തുന്നത്. 11 മണിയോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് സമ്മേളന സ്ഥലത്തെത്തിയത്. തൃശൂർ, ചാലക്കുടി, ആലത്തൂർ, പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. 4 മാസത്തിനിടെ 3ാം തവണയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത്. BJP പ്രകടന പത്രികയിലെ പദ്ധതികൾ അക്കമിട്ട് പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. NDA सरकार के तीसरे कार्यकाल में इसके लिए बहुत जल्द सर्वे का काम शुरू किया जाएगा. കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED റെയ്ഡും CPM നേതാക്കളെ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നതും ശ്രദ്ധേയമാണ്. കരുവന്നൂർ വിഷയത്തിൽ പണം തിരിച്ചു നൽകുമെന്ന മുഖ്യമന്ത്രി നുണ പറയുകയാണ്. 90 കോടി രൂപ ED പിടിച്ചെടുത്തു. കരുവന്നൂരിലെ പണം തിരിച്ചു കൊടുക്കാനുള്ള ചർച്ച നടക്കുകയാണ്. പണം തിരിച്ചു നൽകാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. केरला में जनता के पैसों की खुलेआम लूट हो रही है. ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं. जनता का एवरी सिंगल रुपया लूटना चाहते हैं. कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है. വൻ സ്വീകരണമാണ് കുന്നംകുളത്ത് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കുചേർന്നത്. പ്രധാനമന്ത്രിയുടെ വരവ് കരുത്തു പകരുന്നതായി സ്ഥാനാർത്ഥികളും നേതാക്കളും പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ.